ഹലോ നമസ്കാരം. നമ്മളുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കസോളിലെയും മണികരണിലെയും കാഴ്ചകളും അവിടുത്തെ ഒരുപാട് അനുഭവങ്ങളുമായിട്ട് നമ്മൾ അടുത്ത ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അത് തോഷിലേക്കാണ്. കസോളിൽ നിന്നും 20 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നമ്മൾക്ക് തോഷ് വാലിയിൽ എത്താൻ പറ്റുന്നത്. ഈ വീഡിയോ കുറച്ച് അധിക സമയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ തോഷിലേക്ക് പോകുന്ന റൂട്ടുകളൊക്കെ മൊത്തം ഒരുവിധമൊക്കെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. എന്നുവെച്ചാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റൂട്ടായിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് തൊട്ടടുത്ത സമയങ്ങളിൽ മാറ്റിയതുപോലെയാണ് നമുക്ക് തോന്നിയത്. ഈ ഒരു സ്ഥലമൊക്കെ ഇതുപോലെ മണ്ണിടിഞ്ഞിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു പേടിച്ചിട്ടാണ് ഈ തോഷിലേക്ക് പോകുന്നത്. കാരണം മുൻപോട്ട് പോകുന്തോറും റോഡ് കൂടുതൽ അപകടകരമായിട്ട് വരുന്നുണ്ടായിരുന്നു. കൂടാതെ ഇനി അങ്ങോട്ട് തിരിച്ചു പോയാൽ അവിടെ പെട്ടുപോകുമോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. ഈ റോഡുകളൊക്കെ കണ്ടപ്പോൾ നല്ല രീതിയിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. ഭയങ്കര വലിയ മലകളിൽ ഉള്ള ഓരോരോ വീടുകളും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ലക്ഷ്യം തോഷാണ്. മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം കൂറ്റൻ മലനിരകളുടെ സൈഡിലൊക്കെ ഒരുപാട് വീടുകളും ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ ഓരോരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. അത് ഒരുപാട് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഈ കാണുന്നതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. എങ്ങനെ അവിടെ ആ വീടുണ്ടാക്കി അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തന്നെ നമുക്ക് തോന്നി. ഈ സ്ഥലമൊക്കെ എത്തിയപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ മണ്ണിടിഞ്ഞ് വീണിട്ട്. അതുകൊണ്ട് ഇതൊക്കെ താൽക്കാലികമായിട്ട് അവർ ക്ലിയർ ചെയ്ത് വെച്ചതാണ്. മുഴുവനായിട്ടും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഈ ഒരു റോഡൊക്കെ വീഡിയോയിൽ കാണാം. ഇടിഞ്ഞ് ഇട്ട് അധിക ദിവസം ആയിട്ടില്ല. താൽക്കാലികമായിട്ട് അവർ ക്ലിയർ ചെയ്താണ്. മണ്ണ് മാത്രം നീക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുൻപോട്ട് പോകുന്തോറും നമുക്ക് ടെൻഷൻ കൂടി വരികയാണ്. കാരണം നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയത്. എന്താണ് അവിടെ കുടുങ്ങി പോകുമോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും തോഷിലേക്ക് പോകാൻ തീരുമാനിച്ചത് തോഷിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം മുൻപോട്ട് യാത്ര ചെയ്തപ്പോൾ നമ്മൾ തോഷ് ഗ്രാമം കണ്ടു തുടങ്ങി. ഈ കാണുന്ന ദൂരെ കാണുന്ന ഈ ഒരു ഗ്രാമമാണ് തോഷ് എന്ന് പറയുന്ന ഗ്രാമം. ഹിമാലയത്തിൻ്റെ ഏകദേശം ഈ മലനിരകൾക്ക് നടുവിലായിട്ടാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ഈ റോഡിൻ്റെ എൻഡിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ റോഡ് അവസാനിക്കും. ഈ റോഡ് അവസാനിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് നടന്നിട്ട് വേണം ഈ തോഷ് ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു റോഡിലൂടെയുള്ള യാത്ര ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. തോഷ് ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഒന്ന് ടൂറിസമാണ്, രണ്ട് കൃഷിയാണ്. പ്രധാനമായിട്ടും ഈ രണ്ട് വരുമാന മാർഗ്ഗമാണ് അവർക്കുണ്ടായിരുന്നത്. ഈ റോഡിലൂടെയുള്ളതൊക്കെ മുഴുവൻ വീഡിയോയും കാണിക്കുന്നതെന്ന് വെച്ചാൽ എത്രത്തോളം ഡേഞ്ചറായിരുന്നു നമ്മളുടെ യാത്ര എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാഴ്ചകൾ മൊത്തമായിട്ട് കാണിക്കുന്നത്. നമ്മൾ പോയ സമയത്തുള്ളൊരവസ്ഥയാണിത്. ഇതിന് ശേഷം ഇനി നന്നാക്കിയിട്ടുണ്ടോ ഒന്നും അറിയില്ല. നമ്മൾ പോയ ആ സമയത്ത് ഇങ്ങനെയായിരുന്നു തോഷിലേക്കുള്ള റോഡുകളുടെ ഒരു അവസ്ഥ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരം നിലനിർത്തിക്കൊണ്ട് പോരുന്ന ഒരു വില്ലേജാണ്, ഹിമാലയൻ വില്ലേജാണ് തോഷ്. പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ഒരുപാട് കന്നുകാലികളെയും കുതിരയും കഴുതയും ഇങ്ങനത്തെ ഒരുപാട് ചെമ്മരിയാടുകളിലെയൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും മുൻപോട്ട് പോയപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ ആ കാഴ്ച കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഏകദേശം ഗ്രാമത്തിൽ എത്താനായി എന്നുള്ളത്. അതാണ് ഈ കാഴ്ച. ലാസ്റ്റ് വൈൻ ഷോപ്പിൻ്റെ ബോർഡ് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഇവിടത്തേക്കുള്ള റോഡ് അവസാനിച്ചു. അപ്പോൾ ഈ വണ്ടികളൊക്കെ തോഷിലേക്ക് വന്ന വണ്ടികളാണ്, ടൂറിസ്റ്റുകളെയും കൊണ്ട് വന്ന വണ്ടികളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളും നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സാധനങ്ങളും നമ്മളെ ലഗേജൊക്കെ എടുത്തിട്ട് ഇനി ഇവിടെ നിന്ന് നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് കഴുതകളൊക്കെ ആയിട്ട് അവിടുത്തെ ഗ്രാമവാസികൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ലഗേജ് ചുമക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ
സ്റ്റേ ചെയ്യുന്ന അവിടം വരെ അതുമായിട്ട് ചുമന്ന് കൊണ്ടുവന്ന് വരും. ഞങ്ങൾക്ക് അധികം വലിയ ലഗേജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സേവനം ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾ തന്നെ ലഗേജ് എടുത്തിട്ട് നമ്മൾ തോഷ് ഗ്രാമത്തിലേക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ച ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ടിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഗ്രാമങ്ങളിൽ ഇതാണ് തോഷ് ഗ്രാമം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിലൂടെ നമ്മൾ ഓരോ വീടുകളും ചെറിയ വഴികളും പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം തോഷ് ഗ്രാമത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. ഇവിടെ എത്തിയ സമയത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. ഇത് ഹിമാലയൻ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ നമ്മൾ റൂമുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് തടി കൊണ്ടാണ്. ഇതിൻ്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് ഈ പാറ കഷ്ണം ചെത്തി ടൈല് പോലെ ആക്കി അതാണ് ഇതിൻ്റെ മേൽക്കൂരയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ ഒക്കെ അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ കാണുന്നതൊക്കെയാണ് ഈ തോഷ് ഗ്രാമങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ. ഇതിൻ്റെ നേരെ താഴെ ഒരു ഗ്രാമം കണ്ടു. നമ്മൾ ഈ വഴിയൊക്കെ നമ്മൾ നടന്നു വന്നതാണ്. നമ്മൾ തോഷിലെത്തുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ ഇവിടെ നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന വഴിയിലൊക്കെ മഞ്ഞ് വീണിട്ട് നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നടന്ന് ഞങ്ങൾ റൂമിലെത്തിയതിന് ശേഷം നമ്മളെ റൂമിൻ്റെ തന്നെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻ്റാണിത്. ഈ നടുവിൽ കാണുന്ന ഇത് നമുക്ക് ചൂട് കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ നല്ല ചൂടായി. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പിസ ആയിരുന്നു ഓർഡർ ചെയ്തത്. ഒരു അടിപൊളി പിസ ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചൂടായില്ല തോഷിൽ ഏകദേശം വൈകുന്നേരം നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു വ്യൂ, നൈറ്റ് വ്യൂ ആണിത്. ഈ മലനിരകളുടെ ഏറ്റവും താഴ്വാരത്തിൽ കാണുന്ന ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചയാണിത് ഈ കാണുന്നത്. ഒരു ചെറിയൊരു ഗ്രാമമാണെന്ന് തോന്നുന്നു. നമ്മൾ തോഷിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. രാത്രി ഒരുപാട് സമയം സംസാരിച്ച് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട നൈറ്റ് വ്യൂ ഒക്കെ കണ്ട് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ യാത്രേൻ്റെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ തന്നെ നമ്മൾ എഴുന്നേറ്റു. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചത്. അങ്ങ് ദൂരെ ഒരു മലനിരകളുടെ സൈഡിലൂടെ ആടിനെ മേയിച്ചിട്ട് ആട്ടിടയന്മാർ പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് ദൂരെയാണ്. ഇത് കണ്ടോ, ഇതുപോലെ ചെമ്മരിയാടുകളെ മേയിച്ച് പോകുന്ന അത് രാവിലെ തന്നെ കണ്ട അടിപൊളി ഒരു കാഴ്ചയായിരുന്നു അത്. രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ ബാത്റൂമിൽ വെള്ളമില്ല. നമ്മൾ ഹോട്ടലിൽ പോയി സംസാരിച്ചു, വെള്ളമില്ല എന്നുള്ള സംസാരിച്ചപ്പോൾ അത് പറഞ്ഞത് ഈ വരുന്ന നമ്മളെ ഈ കണക്ഷനുള്ള പൈപ്പുകളിലൊക്കെ വെള്ളം ഫ്രീസായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് വെള്ളം വരാത്തതെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 10-10:30 ആവും പൈപ്പിൽ വെള്ളം റെഡി ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അവർ ഒരു കാര്യം കൂടെ പറഞ്ഞു, റൂമിന് പുറത്ത് ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ആ ടാങ്കിൽ നിന്ന് ആണ് സാധാരണ വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ഓക്കെ പുറത്ത് പോയി ടാങ്കിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം എടുക്കാൻ നോക്കിയപ്പോഴാണ് അവിടുന്ന് വീണ്ടും ഒരു പണി കിട്ടി. നമ്മുടെ ടാങ്കിൻ്റെ മുകൾ ഭാഗം മൊത്തം ഐസിൻ്റെ ഒരു നല്ലൊരു പാളി തന്നെ, അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഒരു ഐസായി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഐസൊക്കെ പൊട്ടിച്ചറിഞ്ഞ് വെച്ചാൽ അടിയിലുള്ള വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അതൊരു രാവിലെ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ നോക്കി ഈ ടാങ്കിൽ ഇവരെടുത്ത് വെച്ച ചെറിയ ടാങ്കിലത്തെ വെള്ളം വരെ ഐസായി പോയിട്ടുണ്ട്. അത്രയ്ക്കും തണുപ്പായിരുന്നു. ഏകദേശം -10 മുതൽ 15 ഡിഗ്രി വരെയായിരുന്നു നമ്മൾ അന്ന് പുലർച്ചെയുള്ള തണുപ്പ്. രാവിലെ നല്ല തണുപ്പാണ്. ഈ സമയത്ത് നമുക്ക് ഒരു -5 ഡിഗ്രി വരെ തണുപ്പുണ്ടായിരുന്നു അവിടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നടക്കാനിറങ്ങിയെന്ന് പറയുന്നത് അടുത്തൊരു ഗ്രാമം ഉണ്ടായിരുന്നു. കുട്ടില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമമുണ്ട്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നടക്കുന്നത്. ദൂരെ കാണുന്ന ഒരു ചെറിയൊരു ഡാമാണ്, പാർവതി റിവറിൽ കിടക്കുന്ന ഒരു ചെറിയ ഡാമാണ്. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ മുകളിലുള്ള ഒരു ചെറിയൊരു പാളി ഐസായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്, ഫ്രീസായിട്ടുണ്ടായിരുന്നു. നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് ഈ കാണുന്ന മലകളൊക്കെ ഈ മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ടാവും.
ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് തണുപ്പുണ്ടായിരുന്നു, മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ അതിശക്തമായിട്ടുള്ള മഞ്ഞ് വീഴ്ച ഇല്ലാത്തതുകൊണ്ട് ആ കാഴ്ചകളൊന്നും, ഈ മലകളിലുള്ള ആ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് ഹോം സ്റ്റേകൾ അല്ല റൂമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൂടുതലായും ഇവിടുത്തെ ആളുകൾ ടൂറിസത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ വളരെ ചീപ്പാണ്. റൂമുകൾക്കും ബാക്കി ഭക്ഷണത്തിനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വളരെ ചീപ്പായിട്ടാണ്. മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ അപേക്ഷിച്ച് വളരെ ചീപ്പായിരുന്നു റേറ്റൊക്കെ. പക്ഷേ നമ്മളത് സീസണിലാണ്, ആളുകൾ കൂടുതൽ വരുന്ന സമയത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ റേറ്റ് കൂടുമെന്ന് തോന്നുന്നു. കുറച്ച് നടന്നതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നപ്പോഴാണ് നമുക്കൊരു കൂട്ടുകാരനെ കിട്ടിയത്. ഇതിൻ്റെ പേരോ എന്താണെന്നറിയില്ല, പക്ഷേ ആളുകളൊക്കെ ആയിട്ട് നല്ല ഇണക്കമുണ്ടായിരുന്ന ഒരു നായയായിരുന്നു. ഇവനെ നമുക്ക് കിട്ടിയതിന് ശേഷം പിന്നെയുള്ള നമ്മുടെ ട്രക്കിങ്ങിൻ്റെ സമയത്തൊക്കെ മുഴുവൻ സമയത്തും കൂടെ ഉണ്ടായിരുന്നു. തിരിച്ച് ഇതേ സ്ഥലത്ത് വരെ അവൻ നമ്മളെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒഴുകി വരുന്ന വെള്ളം എന്ന് പറയുന്നത് മുകളിലെ മലനിരകളിൽ നിന്നും മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. ഭയങ്കര തണുപ്പായിരുന്നു ഈ വെള്ളത്തിനുണ്ടായിരുന്നത്. കുറേ സമയം നടന്നപ്പോൾ പിന്നെ നമുക്ക് മുന്നോട്ട് നടക്കാൻ വയ്യാതായി. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മളൊരു ചായയും ചെറിയ കടികളൊക്കെ കഴിച്ചു. അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴാണ് അവിടെ വേറൊരു ആളെ പരിചയപ്പെട്ടത്. തൃശ്ശൂരുള്ള ഒരു പയ്യനെ പരിചയപ്പെട്ടത്. അവനവിടെ സ്വന്തമായിട്ടൊരു റിസോർട്ട് നടത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവിടെ 1000 രൂപയാണ് അവൻ്റെ റിസോർട്ടിൻ്റെ ചാർജ്. അടിപൊളി ഒരു സ്പേസിലായിരുന്നു അവൻ്റെ റിസോർട്ട് ഉണ്ടായിരുന്നത്. എന്തായാലും അത്രയും നമ്മൾ ട്രെക്കിങ് ചെയ്ത് അത്യാവശ്യം നടന്ന് തോശിന്ന് അത്യാവശ്യം മുകളിലേക്ക് നടന്നിരുന്നു. അപ്പോൾ അത്രയും ഉള്ളിലെത്തി അവിടെ ഒരു മലയാളീനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര അതിശയമായിരുന്നു. കുറേ കാലമായിട്ട് അവൻ അവിടെ റിസോർട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ കുട്ട്ല ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് തിരിച്ച് മടങ്ങേണ്ടി വന്നു. അത്യാവശ്യം നല്ല ദൂരം നടന്ന് നമ്മൾ ക്ഷീണിച്ചു പോയി. അപ്പോൾ ഇനി തിരിച്ച് നടക്കേണ്ടത് കൊണ്ട് നമ്മൾ അവിടുന്ന് തന്നെ തിരിച്ച് മടങ്ങി. നമ്മൾ തോശിൽ പോയതെന്ന് പറയുന്നത് ഏകദേശം ഫെബ്രുവരി ലാസ്റ്റ് വീക്കായിരുന്നു. അപ്പോൾ അത്യാവശ്യം അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലാണെങ്കിൽ അത്യാവശ്യം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മഞ്ഞ് വീഴാത്തത് നമുക്കൊരു അനുഗ്രഹമായിട്ട് തോന്നി. കാരണം അങ്ങനത്തെ ഇവിടെ മഞ്ഞ് വീണ് നമ്മൾ ഇതിനകത്ത് കുടുങ്ങിപ്പോകാമെന്നൊക്കെ നമുക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. മഞ്ഞ് 2 ദിവസം മുൻപ് വീണ മഞ്ഞ് നടക്കുന്ന വഴികളിലൊക്കെ ഉള്ളതുകൊണ്ട് ചളി ഉണ്ടായിരുന്നു, അവിടെയൊക്കെ സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഈ തോശിലൂടെ നമുക്ക് നടന്നപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ ഏകദേശം നമ്മൾ താമസിക്കുന്ന റൂമിന് അടുത്തെത്താറായി. ഒരുപാട് സമയം നമ്മൾ കുറേ സ്ഥലത്ത് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് നടന്നത്. കാരണം മോള് ഒരു തുള്ളി പോലും നടന്നിട്ടില്ല. അവളെ എടുത്തിട്ടാണ് ഇത്രയും ദൂരം നമ്മൾ നടന്നു പോയത്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നത്. നമ്മൾ നടന്ന് തിരിച്ചെത്തിയപ്പോൾ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താമസിച്ച റൂമിന് താഴെ തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് ചെന്നു.
ഇങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് തൊട്ടടുത്തൊരു അടിപൊളി ഒരു കാഴ്ച കണ്ടത്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തോഷിലെ വീട് താഴെ ഒരു സ്ത്രീ ഇരുന്നിട്ട് അവരുടെ തുണി നെയ്തുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ആദ്യം പോയി പെർമിഷൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവരുടെ കുറച്ച് വീഡിയോ നമ്മൾ പകർത്തി. ഇത് ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തുണിയാണ്, ഡ്രസ്സ് അവർ ഉപയോഗിക്കുന്ന തുണി ഇവർ തന്നെ നെയ്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറേ നേരം ആ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിപൊളി എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ നെയ്യുന്ന ഈ ഒരു സ്ഥലത്തിന് നേരെ പുറകിൽ എന്ന് പറയുന്നത് അടിപൊളി ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത് കാണാനുള്ളത്. വീഡിയോയിൽ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം അവരുടെ പ്രവൃത്തികളും ജോലികളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കി അവരുടെ അടുത്ത് കുറേ സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. ഉച്ച സമയമായിട്ടുണ്ടായിരുന്നെങ്കിലും തണുപ്പ് ഒരു രക്ഷയില്ലായിരുന്നു. തണുപ്പിനൊരു കുറവുണ്ടായിരുന്നില്ല. നല്ല തണുപ്പായിരുന്നു ഈ സമയത്തും. അപ്പോൾ ആ പ്രായമായയുടെ സ്ത്രീയുടെ അടുത്ത് ഒരുപാട് നേരം സംസാരിച്ച് കഥകളൊക്കെ പറഞ്ഞ് അവരുടെ അനുഭവങ്ങളും അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഹോട്ടലിലേക്ക് വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് തോഷിന്ന് മണാലിയിലേക്ക് യാത്ര തുടർന്നത്. അങ്ങനെ തോഷിന്ന് നമ്മൾ തിരിച്ചിറങ്ങി തുടങ്ങി മണാലിയിലേക്കാണ് പോകുന്നത്. മണാലിയിൽ നിന്ന് വേണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മഞ്ഞൊക്കെ വീണതുകൊണ്ട് തന്നെ നല്ല സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. തോഷിലെ ഒട്ടുമിക്ക വീടുകളും പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാക്കുനി ആർക്കിടെക്ചർ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടുകൾക്കൊക്കെ മേൽക്കൂര നൽകാനായിട്ട് പാറകൾ ടൈല് പോലെ കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അന്നും ഉപയോഗിച്ചിരുന്നു. ഇന്നും ഇപ്പോൾ നമുക്കത് ഒരുപാട് വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പ്രചാരത്തിലുള്ള ക്ലാസിക് സ്റ്റോൺ സിസ്റ്റം അത് ഒരുപാട് മുമ്പ് തന്നെ തോഷിലൊക്കെ പരമ്പരാഗതമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നതാണ്. ഈ അടുത്ത കാലത്തൊക്കെയാണ് അവർ ഈ പാറ കട്ട് ചെയ്യാനൊക്കെ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുൻപൊക്കെ അവർ കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടാണ് ടൈലുകളാക്കിയിട്ട് ഈ കല്ലുകൾ ഉപയോഗിച്ചിരുന്നത്. ഇവിടുത്തെ മിക്കവാറും വീടുകൾക്കും ക്ഷേത്രങ്ങൾക്കും ഇതുപോലുള്ള ടൈലുകളാണ് മേൽക്കൂരയായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ വീടുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നീളത്തിലുള്ള മരത്തടി വെച്ചിട്ട് അതിന് മുകളിൽ കല്ല് ഉപയോഗിച്ചിട്ടാണ് ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഭൂമികുലുക്കത്തെ വരെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് മണ്ണിടിച്ചിലും ഇടയ്ക്ക് ഭൂമികുലുക്കമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. എന്നിട്ടും ഈ വീടുകളൊക്കെ അതിനെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കും തോന്നി. അങ്ങനെ ഏകദേശം ഞങ്ങൾ തോഷ് ഗ്രാമമൊക്കെ ഏകദേശം പിന്നിട്ട് നമ്മൾ താഴെ എത്തി തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു പാലമുണ്ട്. നമ്മൾ തോഷിലേക്ക് കയറുന്ന ഈ റിവറിന് കുറുകെ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ നടന്നാൽ നമുക്ക് വണ്ടിയിൽ കയറാം. ടാക്സി അവിടം വരെ വരും. അപ്പോൾ ആ പാലമാണ് ഈ കാണുന്നത്. തോഷിലേക്കുള്ളൊരു പ്രധാന പാതയാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ്, ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളെ തോഷ് ഗ്രാമം തുടങ്ങുന്നത്. ഹോട്ടൽ ബ്ലൂ ഡയമണ്ട്, പർവതി വാലി, തോഷ്. ഈ ഒരു റോഡിലൂടെ കുറച്ചും കൂടെ നടന്നിട്ട് വേണം നമുക്ക് ഒരു വണ്ടി വരുന്നത്. ഇവിടേക്കൊന്നും നമ്മളെ ടാക്സി വണ്ടികളൊന്നും വരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടികൾ എത്തുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് വണ്ടി കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുപാട് ചെമ്മരിയാടുകൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു പ്രധാന ഒരു തൊഴിലും ഒരു വിനോദമൊക്കെ ഈ ആടുകളെ മേയ്ക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ടാക്സിയൊക്കെ എത്തുന്ന അവിടെ എത്തിയിട്ട് ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ട് നേരെ കസോളിലേക്കാണ് പോകുന്നത്. കസോളിൽ പോയിട്ട് അവിടുന്ന് ബുന്ദർ പോകണം. ബുന്ദറിൽ നിന്ന് കുളു പോകണം. കുളു പോയിട്ട് മണാലിയിലേക്ക് പോകണം. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്. അപ്പോൾ കസോൾ വരെ നമ്മൾ ടാക്സി ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ബസ് കയറിയിട്ടാണ് ബുന്ദറിലേക്ക് വന്നത്. പിന്നെ കുളു വന്നു. അവിടുന്ന് മണാലിയിലേക്ക് എത്തി. മണാലിയിലേക്ക് എത്തിയതിന് ശേഷമാണ് അവിടുന്നാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള നമ്മൾ ബസ് ബുക്ക് ചെയ്തത്. അപ്പോൾ മണാലിയിൽ നിന്ന് നേരിട്ട് നമ്മൾ അമൃത്സറിലേക്കുള്ള ബസ്സായിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസം പഞ്ചാബ് അമൃത്സറിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഡൽഹി വന്ന് അവിടുന്നാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. ഇനിയുള്ള യാത്ര അങ്ങോട്ടേക്കാണ്. ഈ ഒരു സ്ഥലത്തേക്കൊക്കെ പോയാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാഴ്ചകളൊന്നും ഒഴിവാക്കാനുണ്ടാവില്ല. നമ്മൾ പുറത്തേക്ക് നോക്കുന്നതൊക്കെ അടിപൊളി കാഴ്ചകളായിരിക്കും. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയും അവിടെ ഇറങ്ങിയിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല അനുഭവങ്ങളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്
അവരുടെ സംസ്കാരവും ബാക്കിയുള്ളതും വ്യൂ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തോഷിലെ കാഴ്ചകൾ തന്നെയായിരുന്നു. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഈ യാത്രയിൽ തോഷിലേക്കും ഈ മലയൻ നിരകളിലേക്കൊക്കെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ നമുക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായി. യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാമങ്ങളും സംസ്കാരങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് നേടാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. വഴിയൊക്കെ ഞാൻ ഇങ്ങോട്ടേക്കുള്ള റൂട്ടൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ കാണിച്ചിരുന്നു. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു റൂട്ടാണ്. കാരണം എപ്പോഴും മണ്ണിടിച്ചിലും റോഡ് ബ്ലോക്ക് ചെയ്യുന്നതും മറ്റേ മഞ്ഞ് വീണിട്ടാണെന്നുണ്ടെങ്കിൽ റോഡൊക്കെ ബ്ലോക്ക് ആവുന്ന വഴിയാണിത്. ഇപ്പോൾ എന്തായാലും നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. തണുപ്പ് കുറച്ചധികമായിരുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഈ യാത്രയിൽ അല്ലെങ്കിൽ തോഷിൽ നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതൊക്കെ നമ്മൾ റൂമിൽ ഹീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുറേ സമയമൊക്കെ നമ്മൾ ചൂട് നിലനിർത്തിയത്. നമുക്ക് ഈ വരുന്ന കാഴ്ചയിൽ എല്ലാ കാഴ്ചകളും കണ്ടിട്ടാണ് നമ്മൾ പോരുന്നത്. ഒരു സമയം പോലും നമുക്കൊരു മടുപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വളരെ ദൂരെയൊക്കെ ഒരുപാട് ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട വീടുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ ഓരോരോ ഗ്രാമങ്ങളായിരുന്നു. പിന്നെ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഈ മലനിരകളുടെ താഴ്വാരത്തും ഒരുപാട് ഗ്രാമങ്ങളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു. അത് ദൂരെ കാണുന്നത് ഒരു ഗ്രാമമാണ്. അപ്പോൾ തോഷിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കസോളിലേക്കാണ് ഞങ്ങൾ എത്തിയത്. കസോളിലെത്തി നേരെ മണാലിയിലേക്ക് വന്നു. മണാലിയിൽ നിന്ന് പഞ്ചാബിലെ അമൃത്സറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അമൃത്സറിലെ കാഴ്ചകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.